നമസ്കാരം. ഞാൻ കണ്ണൂരുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വന്ന ഒരു ബിഷപ്പ്, അദ്ദേഹം ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരു കാര്യം പറയുകയുണ്ടായി. റബ്ബറിന് 300 രൂപ ആക്കിയാൽ BJP പാർട്ടിക്ക് ഒരു സീറ്റ് ഇവിടെ ഉണ്ടാക്കിത്തരാം എന്ന് വരെ പ്രഖ്യാപിച്ച ഇദ്ദേഹം ഒരു ബിഷപ്പാണോ രാഷ്ട്രീയക്കാരനാണോ എന്ന് സംശയമുണ്ട്. ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ വളരെ തന്ത്രശാലിയും ഇപ്പോൾ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന ആളേക്കാൾ വളരെ തന്ത്രം മെനയുന്ന ആളായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബസിലിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ ഇദ്ദേഹത്തിൻ്റെ ഈ കള്ളത്തരങ്ങളും വേലവെപ്പുകളും വളരെയധികം വിശ്വാസികൾക്ക് വേദന ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എന്താണ് 27-ാം തീയതി ഇവിടെ ചെയ്യാൻ പോകുന്നത്? ആരോട് ചോദിച്ചിട്ടാണ്? ഏത് വിശ്വാസികളുടെ പേരിലാണ് ഈ പന്തൽ കെട്ടി? എത്രയാണ്? 20 ലക്ഷം. ഈ പന്തൽ കെട്ടി ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വലിയ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കുറച്ച് പേർക്ക് പട്ടം കൊടുക്കുമെന്ന് പറയുന്നു. ഈ പട്ടം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ്. ഇദ്ദേഹം ഈ റബ്ബറിൻ്റെ ഉണ്ട വിശ്വാസികൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി ഇദ്ദേഹം പ്രഖ്യാപിച്ച ഈ 300 രൂപ റബ്ബറിന് ഉണ്ടാക്കിത്തരാമെന്ന് പറയുമ്പോൾ, അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പറയുമ്പോൾ, ഇദ്ദേഹം കേരളത്തിൻ്റെ ആരാണ്? ഇദ്ദേഹം ഈ സഭയുടെ ആരാണ്? ഈ സഭയുടെ അന്തകനാണെന്ന് പറയേണ്ടി വരും. ഇതുപോലെ ഏകാധിപത്യം പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ വലിയ വലിയ ഏകാധിപതികൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അതുപോലെയുള്ള ഈ വാക്കിന് വിലയില്ലാത്ത ഈ BJP ഗവൺമെൻറ്റിന് വേണ്ടി ഇദ്ദേഹം പറഞ്ഞ ഒരു സീറ്റ് നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ മണിപ്പൂരിൽ വളരെയധികം കലാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് തോന്നിക്കാണും. ഇതുപോലെയുള്ള കുറേ അബദ്ധങ്ങളും ഈ ബൈബിളിൽ പറയുന്നത് പോലെ നിങ്ങൾ ചിലമ്പുന്ന ചെങ്ങലകൾ പോലെയാണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വളരെ അർത്ഥവത്താണ്. ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. ഇദ്ദേഹത്തിന് ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്ന് പറയുന്ന ഇദ്ദേഹം ഈ എറണാകുളം രൂപതയ്ക്കെന്നല്ല സീറോ മലബാർ സഭയുടെ അന്തകനാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വിശിഷ്ടമായ കർമ്മങ്ങൾ നടത്തുമ്പോൾ അതെല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണോ, അതോ പോലീസ് പട്ടാളം നടപടി എന്ന പോലെ വിശ്വാസികളുടെ ചുമലിലേക്ക് കയറ്റി വയ്ക്കുന്ന ഒരു അധികാരപ്രയോഗമാണോ വേണ്ടത്? ഇതുപോലെയുള്ള ആളുകൾക്ക് ഏത് രീതിയിലായിരിക്കും ഇവരുടെയൊക്കെ അന്ത്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വാക്കുകൾ കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന വളരെയധികം ശോധനീയമായ കാര്യമായിരിക്കും. ഇദ്ദേഹം ഒന്നുകിൽ സഭയിൽ നിന്ന് രാജിവെക്കുക, അല്ല എങ്കിൽ വിശ്വാസികളുടെ ആ ഇഷ്ടം അനുസരിച്ച് അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.